ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീട്ടിലെ തന്നെ ബാക്കിലത്തെ തൊഴുത്തിൻ്റെ ഫ്രണ്ടിലാണ്. കുറേ അധികം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആൾക്കാർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻസാണ്. നമ്മുടെ പശു വളർത്തൽ ലാഭകരമാണോ, നിലവിൽ നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് കുറേ ആൾക്കാർ എൻ്റെ പേഴ്സണൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിലവിൽ നമ്മുടെ ഒരു വരുമാനവും ലാഭവും നഷ്ടവും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നൊരു വീഡിയോസാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ഫാമിംഗ് മേഖലയിലേക്ക് ഫാമായിട്ട് തുടങ്ങുമ്പം ലാഭം മാത്രം വെച്ച് നടക്കുമ്പോൾ മാക്സിമം നമ്മൾ കറവ പശുക്കളെ മാത്രം നിർത്തുക. ഒരുപാട് എന്താ പറയുക, കിടാക്കളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഒരിക്കലും നമുക്കിപ്പോൾ ഒരു പ്രോഫിറ്റബിളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പം നിലവിൽ നമ്മുടെ കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ നമുക്ക് വലിയ പശുക്കൾ 3 പേരാണുള്ളത്. ഇപ്പം അതിൽ 2 എണ്ണം കറവയാണുള്ളത്, ഒരെണ്ണം ചേനയുടെ നിൽക്കുന്നു, പിന്നെ 3 കിടാക്കൾ, 6 പശുക്കൾ മൊത്തത്തിലുണ്ട്. ഇതിൽ 3 കിടാക്കളിൽ ഒരെണ്ണം 4 മാസം ചേനയാണ്, എല്ലാം കടിഞ്ഞൂലാണ്. ബാക്കി 2 പേരും നമ്മൾ കുത്തിവെച്ചിട്ടുണ്ട്. ഇപ്പം ചേന കൺഫേം നമ്മൾ നോക്കിയിട്ടില്ല, ഏകദേശം 2 പേരും കുത്തിവെച്ചിട്ടുണ്ട്. 1 മാസമൊക്കെ ആവുന്നതേ ഉള്ളൂ. 1 മാസം കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ പശു എന്ന് പറയുന്നത് ഇളങ്കരയിൽ നമുക്കൊരു 25+, 25, 26, 27 വരെയൊക്കെ കിട്ടിയ പശുവാണ്. നിലയിൽ ഇപ്പോൾ ഒരു 6-ാമത്തെ മാസം ചാനയാണ്. ഒരു ദിവസം ഒരു 12 ലിറ്ററാണ് നിലവിലെ കറവ. 2-ാമത്തെ അമ്മുവാണ്, അവൾ 2 മാസം കഴിഞ്ഞു. ഇപ്പം നിലവിലൊരു 12 ലിറ്റർ 2 നിലയുടെ കറവ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 24 ലിറ്ററാണ് നിലവിൽ നമുക്ക് പ്രൊഡക്ഷൻ. ഈ 24 ലിറ്ററിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള 4 പശുക്കൾക്കുള്ള ബഡ്ജറ്റും പിന്നെ അവരുടെ ചിലവ് പിന്നെ നമ്മുടെ വരുമാനം കിട്ടേണ്ടത് നമ്മൾ ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു 24 ലിറ്റർ എന്ന് പറയുമ്പോൾ ഒരു 50 രൂപ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1200 രൂപയാണ് ഒരു ദിവസ വരുമാനം. പാലിൻ്റെ ഒരു ആവറേജ് 50 രൂപ വെച്ചിട്ടാണ് കൂടുതൽ, നമ്മൾ 56 കൊടുക്കുന്നുണ്ട്, ബാക്കി 40 രൂപ 45 രൂപയ്ക്ക് സൊസൈറ്റിയിലും കൊടുക്കുന്നുണ്ട്. ഒരു ആവറേജ് 50 രൂപ ഇട്ട് കൂട്ടി കഴിഞ്ഞാൽ പോലും നമുക്ക് 1200 രൂപയാണ് ഒരു ദിവസത്തെ ബഡ്ജറ്റ് നമുക്ക് കിട്ടുന്ന വരുമാനം. പിന്നെ നമുക്ക് ചിലവാകുന്ന പൈസ എന്ന് പറയുന്നത് ഇവിടെ എല്ലാം ഫുഡ്. ഇപ്പം ഇതിലാകെ 2 കറവയാണ്, ബാക്കി നമ്മുടെ കുണ്ടിയുണ്ട്, ബാക്കി 4 ഡ്രൈ പീരീഡ്സുള്ള പശുക്കളാണ്. അപ്പോൾ ഇവർക്ക് 300, 600 രൂപയുടെ ഒരു ബഡ്ജറ്റ് നോക്കുക. നമ്മൾ വേറെ അഡീഷണൽ എക്സ്പെൻസ് ഒന്നും കൂട്ടുന്നില്ല. കറവ കാര്യങ്ങളോ ജോലിക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ വീട്ടുകാരൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്, എല്ലാ പണികളും ചെയ്യുന്നത്, കറവ ഉൾപ്പെടെ ബാക്കിയെല്ലാം. പിന്നെ ഇലക്ട്രിസിറ്റി, വാട്ടർ അങ്ങനെയൊന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ഏകദേശം 300, 600 രൂപയുടെ ചിലവ് 2 കറവ പശുക്കൾക്കുണ്ട്. അതിൽ നിന്നുള്ള വരുമാനം നോക്കുകയാണെങ്കിൽ 1200 - 600 ആണെങ്കിൽ 600 രൂപ ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടണം ഈ ഒരു സമയത്ത്. അത് രണ്ടും ഇളങ്കറവയല്ല, ഇടക്കറവയൊക്കെയാണ്. പക്ഷേ നമ്മൾ ഈ 2 പശുക്കളെ മാത്രം നിൽക്കുകയാണെങ്കിൽ ഒരു 600 രൂപ വെച്ചിട്ട് നമുക്കൊരു 6, 3, 18 ഒരു മാസം ഒരു 12,000 രൂപ കറവ കൂലിക്ക് ഒരു 1000 രൂപ 2000 രൂപ കഴിഞ്ഞാലും ഒരു 10 രൂപയ്ക്ക് മേലെ നമുക്ക് എന്തെങ്കിലും മിച്ചം പിടിക്കാൻ പറ്റും. അപ്പോൾ നിലവിൽ ഞങ്ങളുടെ കണ്ടീഷൻ, ഇവിടുത്തെ കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 പേരാണ് ഡ്രൈ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയായാലും 200, 250 രൂപയുടെ ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 പേരാകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1000 രൂപയുടെ ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്ക് മാത്രം. നമുക്ക് ഈ 1200 രൂപയുടെ പാല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം അവർക്ക് മാത്രം നമ്മൾ കറവ പശുക്കൾക്ക് നമ്മൾ 600 രൂപയുടെ കൊടുക്കുക. ബാലൻസ് 600 രൂപയാണ് നമുക്ക് മിച്ചം എന്ന് പറയുന്നത്. പിന്നെ ബാക്കി 4 പേർക്കുള്ള ഫുഡ് 1000 രൂപയാണ്. അപ്പോൾ 1000 - 600, ബാക്കി 400 രൂപ നമ്മുടെ കയ്യിൽ നിന്നാണ് നിലവിൽ നമ്മളിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മാസം ആകുമ്പോഴത്തേക്ക് നമ്മൾ 12,000 രൂപ നിലവിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നെ അഡീഷണൽ കറവ കൂലി, ജോലിക്കൂലി ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് നിലവിൽ നമ്മളൊരു എന്താ പറയുക കറവ പശു വളർത്തൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ദിവസം നമ്മളൊരു ചിട്ടിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു അസറ്റ് പോലെയാണ് ഈ കിടാക്കളെ അല്ലെങ്കിൽ പശുക്കളെ വളർത്തൽ. നമ്മളിപ്പോൾ ദിവസം ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപ വെച്ചിട്ട് നമ്മൾ ചിട്ടിക്ക് കൊടുത്തിട്ട് ഒരുമിച്ച് വാങ്ങുന്ന പോലെ നമ്മളിപ്പോൾ അവരെ ഇതുപോലെ വളർത്തി നിറച്ചനെയാക്കി കൊടുക്കുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അതാണ് നമ്മുടെ വരുമാനം. ആക്ച്വലി നമ്മൾ കേരളത്തിൽ പശു വളർത്തലെ കിടാക്കളെ വളർത്തി ഒരു ചനയാകുമ്പോഴത്തേക്ക് നമ്മൾ കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപയെങ്കിലും അതിന് മേലെ പോയെങ്കിലേ ഉള്ളൂ. നല്ല രീതിയിൽ നമ്മൾ പാല് കൊടുത്ത് 6 മാസം വരെയൊക്കെ 3-5 മാസം പാല് കൊടുത്ത് വളർത്തി പിന്നെ ഒരു കുത്തിവെക്കുന്ന സമയം ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കൈത്തീറ്റ കൊടുത്ത് കുത്തിവെച്ച് കഴിഞ്ഞിട്ട് ഒരു 9 മാസം വരെ നമ്മൾ കണക്കെഴുതി വെക്കുകയാണെങ്കിൽ ആരും വേണമെങ്കിലും നോക്കി വെക്കും, നമുക്കറിയാം, പശു വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ മെനക്കേട് കൂലി, നമ്മുടെ ജോലിക്കൂലി കാര്യങ്ങളൊന്നും കൂട്ടാതെ തീറ്റ ചിലവ് തന്നെ നോക്കിയാൽ തന്നെ ഒരു 60-70 രൂപ അതിന് മണ്ടയ്ക്ക് പോകും. പിന്നെ നമ്മുടെ ജോലിക്കൂലി ഇത്രയും കാലം നമ്മളിതിന് കഷ്ടപ്പെടുന്ന കൂട്ടുകയാണെങ്കിൽ 1 ലക്ഷം രൂപയെങ്കിലും മുകളിൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കടിഞ്ഞൽ പശുക്കളെയൊക്കെ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നാട്ടിലെ ഒരു കച്ചവടത്തിന് ഇടുമ്പോൾ നമ്മളൊരു വില പറയുമ്പോൾ പലർക്കും ഇത് സ്വർണ്ണമാണോ ചെമ്പാണോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരൊന്നും പശു വളർത്താത്ത ആൾക്കാരായിരിക്കും. പക്ഷേ പശു വളർത്തുന്നവർക്ക് ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളൊരു മുതലിനെ അത്രയും ആക്കി എടുക്കുന്നവർക്ക് അറിയാം അതിൻ്റെ പാട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ 2-3 കിടാക്കളെ നമ്മൾ കൊച്ചിലെ പാല് കൊടുത്ത് കൊണ്ടുവന്ന് ഒരു 9 മാസം വരെ നമ്മൾ ചെറിയ നമ്മൾ ദിവസം ഉണ്ടാക്കുന്ന നമ്മൾ വരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടിട്ടാണ് നമ്മളവരെ ആക്കി ഒരു പരുവത്തിലെത്തുന്നത്. അപ്പോൾ ഒരു 9 മാസം ആകുമ്പോൾ നമ്മൾ വിൽക്കാൻ ഇടുകയാണെങ്കിൽ ഈ ഒരു 50 രൂപ 60 രൂപയ്ക്ക് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ കൊടുക്കരുതെന്നാണ് ഞാൻ പറയാം പുതിയ കർഷകരോട്. പിന്നെ ചിലർ നിവൃത്തിയോട് കൊണ്ട് ചിലർ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു പശു വളർത്തലിലെ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഒരു പശു വളർത്തൽ ലാഭം മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മളെന്ത് ചെയ്യണം, കറവ പശുക്കളെ മാത്രം നിർത്തുക, കിടാക്കളെ വളർത്താതിരിക്കുക. അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇടക്കറവൊക്കെ ഇടയ്ക്ക് പോവുകയാണെങ്കിൽ 1-2 മാസത്തെ കാര്യങ്ങളേ ഉള്ളൂ. അല്ല നമ്മൾ ഈ കിടാക്കൾക്കൊരു 1.5 വയസ്സ് നമ്മൾ ചാന വരെയൊക്കെ 2-3 വയസ്സ് വരെയൊക്കെ നോക്കി ഒരു 3-4 കിടാക്കൾ, ഇപ്പോൾ ഓൾറെഡി 3-4 ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് വരുമാനമായിട്ട് വലുതായിട്ടൊന്നും കിട്ടില്ല. പിന്നെ ഇത് നമ്മൾ അവരെ 3 ഒരു നല്ലൊരു പശുവായി വരുമ്പോഴത്തേക്ക് ഒരു വരും എത്തുമ്പോഴത്തേക്ക് നമുക്കൊരു എമൗണ്ട് കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട്, അല്ലെങ്കിൽ അവരിൽ നിന്ന് പിന്നെ പാലിൻ്റെ പ്രൊഡക്ഷൻ കിട്ടിയിട്ട് വേണം നമുക്ക് റിട്ടേൺ കിട്ടാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 9 മാസം നിറജനയാക്കിയിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു എമൗണ്ട് ഒരുമിച്ച് കിട്ടും. അതാണ് ഇതിലെ ഒരു സൈഡെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പശു വളർത്തുന്ന കാര്യങ്ങൾ പോവുക. പുതുതായിട്ടൊക്കെ ഇതിലേക്ക് ഇറങ്ങുന്നവർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിനുവേണ്ടി ഒരു വീഡിയോസാണ്. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് പശു വളർത്തുകാരെ, ലാഭമാണോ നഷ്ടമാണോ. ഇപ്പം നിലവിലത്തെ പ്രസൻറ്റ് കണ്ടീഷൻ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു സോ മച്ച് വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.